അസ്സലാമലൈക്കും ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് നോക്കി നോക്കൂ, എന്തായാലും ശരിയാവും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ, 1 സ്പൂണ് പഞ്ചസാര, 1/4 കപ്പ് അളവിൽ ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയാണോ പച്ചരി എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ വേണം കേട്ടോ വെള്ളം എടുക്കാൻ. വെള്ളം കൂടി പോകരുത്. ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 7-8 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൽ കുറയാൻ പാടില്ല കേട്ടോ, കൂടിയാൽ കുഴപ്പമില്ല. ചുരുങ്ങിയത് ഒരു 7-8 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ചത് ഞാനൊരു വലിയ പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പൊന്തി വരും. അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കാരണം ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് പൊന്തി വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതൊരു 2.5-3 മണിക്കൂർ ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുത്തിയിട്ട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാനേ പാടുള്ളൂ. ഇത് കണ്ടാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ അളവെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ശരിയാവാത്തവർക്കൊക്കെ ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.